കള്ളപ്പണത്തിന്റെ ഇരട്ടക്കുട്ടികളാണ് UDF-ഉം BJP-യും എന്ന മന്ത്രി MP രാജേഷ്. കള്ളപ്പണം ഇടതുമുന്നണിക്ക് വേണ്ടി കൊണ്ടുവന്നതെന്ന ആരോപണം ശുദ്ധ അസംബന്ധമെന്ന് മന്ത്രി പറഞ്ഞു. ഇത്തവണ ചരിത്രത്തിൽ ആദ്യമായി പാലക്കാട് നഗരസഭ ഇടതുപക്ഷം ലീഡ് ചെയ്യുമെന്നും MP രാജേഷ് 24-നോട് പറഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ട പ്രചരണത്തിലേക്ക് കടക്കുകയാണ്. നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് CPIM സംസ്ഥാന സമിതി അംഗവും ജില്ലയുടെ ചുമതലക്കാരനുമൊക്കെയായ മന്ത്രി MP രാജേഷാണ്. ശ്രീ മുരളീധരൻ പറഞ്ഞ 3 കാര്യങ്ങൾ LDF-ന് അനുകൂലമാണ്. ഒന്ന്, അദ്ദേഹം പറഞ്ഞു സരിൻ മിടുക്കനായ സ്ഥാനാർത്ഥിയാണ്. അത് മുരളീധരൻ മാത്രമല്ല പറഞ്ഞത്, ആദ്യം പറഞ്ഞത് ഡോക്ടർ ശശി തരൂരാണ്. ഞാൻ കൊണ്ടുവന്നതാണ് ഡോക്ടർ സരിനെ എന്ന് ഡോക്ടർ തരൂർ പറയുകയുണ്ടായി. മിടുക്കനാണ് എന്ന് LDF സ്ഥാനാർത്ഥിയായ ശേഷവും ഡോക്ടർ ശശി തരൂർ പറഞ്ഞു. അത് ആവർത്തിക്കുകയാണ് മുരളീധരനും ചെയ്തത്. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞു, മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണ്. BJP അപ്രസക്തമായി എന്ന വാക്കാണ് ശ്രീ K മുരളീധരൻ ഉന്നയിച്ചത്. ഞങ്ങൾക്ക് ധൈര്യമായി കയ്യും വീശി പറയാവുന്നൊരു കാര്യം, ഞങ്ങളുടെ ഒരാളുടെ കയ്യിൽ നിന്നും പണം പിടിക്കില്ല എന്നുള്ളതാണ്. അത് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. ബാക്കി അവർ തമ്മിൽ തീർക്കേണ്ടതാണ്. കോൺഗ്രസിൻ്റെ ആണോ BJP-യുടേതാണോ എന്നത് അവർ തർക്കമുന്നയിക്കട്ടെ, പോലീസ് പരിശോധിക്കട്ടെ. അപ്പോൾ കള്ളപ്പണത്തിൻ്റെ ഇരട്ടക്കുട്ടികളാണ് കോൺഗ്രസും BJP-യും എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ ഇരട്ടക്കുട്ടികൾ ആരാണ് ഇതിന് ഉത്തരവാദി ഈ പിടിച്ചതിൻ്റെ എന്നുള്ളത് കണ്ടെത്തട്ടെ. പാലക്കാട് മുനിസിപ്പാലിറ്റി ഞങ്ങൾ ഇത്തവണ ലീഡ് നേടും എന്ന് ആധികാരികമായി തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിരായിരിയിലും വലിയ മുന്നേറ്റമായിരിക്കും LDF ഉണ്ടാക്കുക. വിപിൻ വേളിക്കൊപ്പം ശ്രീകുമാരൻ, ടീം 24 പാലക്കാട്.